കൊടയിലാണ് കൊടിന് കുഞ്ഞടിക്കുന്നത്. നമുക്കിതിനെ കൊണ്ട് അച്ചാറും ആക്കണം, പിന്നെ ഉപ്പിലിട്ടതും കൂടി ആക്കാം. നല്ല കൈതച്ചക്ക കിട്ടിയിട്ടുണ്ട്. ഇനി ആടെല്ലാം ഉണ്ടാവും. എന്നാ കുഞ്ഞാത്ത ഈ സഞ്ചി പിടിച്ചോ. ആടെല്ലാം ഇതെല്ലാം പച്ചയോടെ തന്നെ ഉപ്പിലിട്ടാൽ നല്ല മുളകും പിന്നെ കാന്താരിയാണെങ്കിൽ അത്രയും നല്ലത്. വിനാഗിരി എല്ലാം വെച്ചിട്ടാൽ നല്ല ടേസ്റ്റാണ്. നമുക്ക് ഇടയ്ക്കെല്ലാം എടുത്തിട്ട് ചോറിനാണെങ്കിലും കൂട്ടാം. 3-4 ഇനി നമുക്ക് നോക്കാം. എനിക്കെന്തൊരു പേടിയാ പാമ്പാറ്റുണ്ടാവും. ഇത് ചീഞ്ഞടിഞ്ഞ പോക്കാണ് കാട്ടുന്ന. അങ്ങ് കുന്നിന്റെ മണ്ടക്കുന്നേ കേൾക്കുന്നുണ്ട് ഇങ്ങനെ വെള്ളം പോകുന്ന സൗണ്ട്. നല്ല പക്ഷികളെ സൗണ്ട് എല്ലാം ഉണ്ടല്ലേ. എന്നാ നമുക്ക് പോകാം, ഇരുടായില്ലേ, വെള്ളത്തിൽ കളിച്ച് നേരം കൂട്ടി. ആ ബാ മതി, ഇനി പോകാം കുഞ്ഞാറ്റെ. കൊതുകും കടിക്കുന്നുണ്ട്. ബാ താക്കോലിട്ട് തെന്നിപ്പോ. അവിടെ കിടക്കറ തല കുറച്ചും കൂടി താഴ്ത്തിട്ട്. ഇനി വാ. മതി. അങ്ങനെ വരുന്ന വെള്ളമാണ്, നല്ല രസമുണ്ട്. കുറേ സമയം ഇവിടുന്ന് കളിച്ച് അങ്ങനെ നേരം കൂട്ടി. അങ്ങ്
ഇത്ര കൈതച്ചക്ക നമ്മൾ അവിടുന്ന് പറിച്ചിന്. റബ്ബർ വെട്ടുന്ന എടുത്തേനു. അപ്പോൾ അവരോട് ചോദിച്ചിട്ടാണ് കൈതച്ചക്ക പറിച്ചത്. ഒറ്റ ഒന്ന് മാത്രമേ ഞാനിപ്പോൾ അച്ചാറാക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം ഉപ്പിലിട്ട് വെക്കാനാണ്. നല്ലോണം മുളകും കീന്തിയിട്ട് ഉപ്പിലിട്ട് വെക്കും. അതിൻ്റെ നീരെല്ലാം പോക്കാന്നല്ലോ ഏട്ടൻ്റെ ഐഡിയ. പക്ഷെ കുറേ പോയില്ലേ? കാണിച്ച ഇത്രയും പോയില്ലേ? കുറേ ഭാഗം പോയില്ലേ? ഇത് നഷ്ടമാണ്. ഞാൻ ചെത്തിക്കോളൂ. അത്രയും പോയില്ലല്ലോ കുട്ടി. നോക്കിയാൽ കുറേ ഭാഗം പോയല്ലോ. അത് തിന്നാൻ മാത്രം ഉണ്ടല്ലോ. കണ്ട, കുറച്ചും കൂടി ചെത്തിയെടുക്കട്ടെ. എന്താ ഞാൻ അരിഞ്ഞേരം നോക്കിയ ഇത് വലിയ കൈതച്ചക്കയല്ലേനു. എന്നിട്ട് ഇത് ഇത്ര ആക്കി വെച്ചേട്ടെ. ഇനി അതും ചെത്തിട്ടാ. അതൊന്നും പക്ഷെ കുറേ കളറ്. ഇത്ര കൈതച്ചക്ക നമ്മൾ ഉപ്പിലിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മുളക് കീന്തിയിട്ടുണ്ട്. ഇനി കുപ്പിയിലേക്ക് ഇട്ട് വെക്കട്ടെ, കുറച്ച് വിനാഗിരിയും കൂടി വെച്ചിട്ട്. പൈനാപ്പിള് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒരാഴ്ചയെല്ലാം കഴിയുമ്പം തന്നെ എടുത്ത് തിന്നാം. വിനാഗിരി എല്ലാം ഒഴിച്ചുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പൈനാപ്പിൾ അച്ചാറിടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പൈനാപ്പിളിന് കുറച്ച് മധുരമായതുകൊണ്ട് പച്ചമുളക് കുറേ എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളി, വെളുത്തുള്ളി, കരിയാപ്പില, അച്ചാർ പൊടി കുറച്ചെടുത്ത്, മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി ഇതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി കടുകും ഉലുവയും കൂടി വറുത്തിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ചൂടാക്കട്ടെ. ചെറിയൊരു ബ്രൗൺ കളറാകുന്ന വരെ ഇഞ്ചിയും വെളുത്തുള്ളി ആവട്ടെ. പൊടികളിട്ട് മിക്സ് ചെയ്യും. പൊടികളും ചെറുതായിട്ടൊന്ന് ചൂടാക്കി പച്ചമണമെല്ലാം മാറി വരും. അരിഞ്ഞ് വെച്ച പൈനാപ്പിൾ മിക്സ് ചെയ്യുന്നു. ഇനി ഒരു 5 മിനിറ്റ് ചൂടായാൽ മതി.
എന്നിട്ട് തീ ഓഫാക്കിയതിന് ശേഷം മാത്രം വിനാഗിരി ചേർത്ത് മിക്സ് ചെയ്യുന്നു. അച്ചാറിന് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. കുറച്ച് വിനാഗിരി ചേർത്ത് വെക്കുന്നു. അപ്പം മധുരവും പുളിയും എരിവെല്ലാമായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും അച്ചാർ. ആവശ്യത്തിനുള്ള വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്ത് നമ്മളെ പൈനാപ്പിൾ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടാറിയതിന് ശേഷം കുപ്പിയിലിട്ട് വെക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.